ആ ചെറിയൊരു കുടില്, ചെറിയൊരു വീട്, ചെറിയൊരു ബെഡ്, ഇതാണ് നമ്മുടെ വീട്. നമ്മൾ ഫുൾ ദരിദ്രത്തിലാണ് കേസ്. നമുക്ക് ഫുഡ് പോലും ഇല്ല, ഒന്നുമില്ല നമുക്ക്. നമ്മൾ സത്യം പറഞ്ഞാൽ ഒടുക്കത്തെ പാവപ്പെടാനാണ് കേസ്. നമുക്ക് ഒന്നുമില്ല, കണ്ട. ആകെ ഒരു ഷർട്ടും, അതും കുഞ്ഞൊരു ഷർട്ട് കേസ്. അത്ര പൈസ അതിൻ്റെ ചെറിയ ഷർട്ട് മാത്രമേ നമുക്ക്. നമ്മുടെ വീടുണ്ട് കണ്ട, കുഞ്ഞൊരു കുടിലാണ് കേസ്. നമുക്ക് ഒരു അടിയിലും മണ്ണ് തറ, ആകെ ഒരു ബെഡ്, ഒരു ചെസ്റ്റ് മാത്രമേ ഉള്ളൂ. ഇതുകൊണ്ട് നമുക്ക് എന്ത് കാണിക്കാൻ? ആകെ ദാരിദ്ര്യത്തിലാണ് നമ്മൾ ജീവിച്ചോണ്ടിരിക്കുന്നത്. ചേട്ടാ നമുക്ക് ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല, നമുക്ക് രക്ഷപ്പെടണം. കണ്ടാ നമ്മുടെ എന്തൊരു കുഞ്ഞു വീടാടേ, അല്ലേ എന്തൊരു കുഞ്ഞു വീടാ. ഇതിലൊക്കെ നമ്മൾ അങ്ങനെയാണ് ഒരാൾ താമസിക്കുന്നത്. നമുക്ക് ഇത്തിരി ഫുഡ് ഉണ്ടായി, നമ്മൾ തുള്ളി ഫുഡിൽ ഓടാൻ പറ്റിയ ഫുഡിൽ നമുക്ക് ഇത്തിരി ഫുഡ് കണ്ടുപിടിക്കാൻ വേണ്ടി പോകണം. അവിടെ എന്തോ ഒരു സാധനം അവിടെ കാണുന്നു. ഞാൻ അത്ര നാളോട് ജീവിച്ചിട്ട് ഞാൻ ഈ സാധനം കണ്ടിട്ടുണ്ടായില്ലല്ലോ. ഞാൻ അവിടെ താമസിച്ചിട്ട് ഞാൻ ഇതുവരെയായിട്ട് ഇങ്ങനത്തെ ഒരു സാധനം കണ്ടിട്ടാ. ഈ ഏരിയക്കാണ് നമ്മൾ ഇതുവരെ വന്നിട്ടില്ല, അതുകൊണ്ടാണ്. ഇത് എന്താ ഏരിയ? ഇത് ഞാൻ ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. ഇങ്ങനത്തെ ഏരിയയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നാ? അവിടെ എൻ്റെ പൊന്നോ, എന്തൊരു ഏരിയടാ അത്. നമുക്ക് അവിടേക്കൊന്ന് പോയി നോക്ക്. എന്താ ആരിലൊക്കെ ഉണ്ടാവോ? ഹലോ ഹലോ ഹലോ, അവിടെ ഇവിടെ ഒന്നും ആരും കാണാനില്ല. അവിടെ ആരെങ്കിലും ഉണ്ടോ അറിയില്ല. അവിടെ എന്താ ഒരു നെയിം ടാഗ് കാണുന്നുണ്ട്. ഹലോ ഹലോ ഹലോ, ഇവിടെ ആരും ഉണ്ട്? നെയിം ടാഗ് കാണുന്നുണ്ട്. ഹലോ ബ്രോ, ഹലോ. അതേ ഒരു മനുഷ്യ കുഞ്ഞ് ലോഡ് പോണ്. ഹലോ, ആരാ ഈ ആരാ? ആരാ? ഇത്ര നാട് കൂടി ഞാൻ കണ്ടില്ലല്ലോ. ഇതിന്റെ പൂകലുണ്ടാക്കിയ സ്ഥലം. അപ്പൂപ്പനായി കൈമാറി വരുന്ന സ്ഥലം, അവരൊക്കെ ഉണ്ടാക്കിയ സ്ഥലമാണിത്. ഈ ആരാ? അന്നതുവരെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ ഒരു സത്യം പറഞ്ഞ കാശ് നീയായിട്ട് ആയിരത്തിന് പിടിച്ച് നടത്തുന്നതായിരുന്ന എന്റെ വീഡിയോ കാണിച്ചിരുന്നത്. അവിടെ 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 ഇതവിടെ കുഞ്ഞൊരു കുടിലിന്ന് പറഞ്ഞ എനിക്ക് ദാരിദ്ര്യാണ്. ഞാൻ ഫുഡൊന്നും ഇല്ല എനിക്ക്. എന്താ കുഞ്ഞൊരു കുടില് ഓടാൻ പോയിട്ട് ഫുഡ് ഈ ഒറ്റക്ക് മാത്രമുള്ളൂ? ഞാൻ ഒറ്റക്ക്. വായോ അല്ലേ വേണ്ടേ? എന്നെ ഇവിടെ ഇവിടെ കൂട്ടോ. എന്നെ ഇവിടെ എനിക്ക് ദാരിദ്ര്യാണ്, ഒന്നുമില്ല. എനിക്ക് ആരും കൂട്ടുകാരും ആരും വീട്ടുകാരും ആരില്ലേ. പ്രേതാണോ? എനിക്ക് ആ പരിപാടി ഞാൻ അങ്ങനെയൊന്നുമില്ല. ഓക്കെ വരെ. ഇത്തിരി ഫുഡ് തന്നെനിക്കൊന്ന് മോളായിരുന്നു. ഫുഡ് അവിടെ നിൽക്ക്, ഞാൻ ഫോട്ടോ തരാം. എന്റെ കൂടെ വായോ. ബാബാ, ഇത് നിങ്ങളുടെ സിറ്റിയാണോ? നിങ്ങളുടെ ആരുടെ? ഞങ്ങളുടെ സിറ്റിയാണ്. ഞങ്ങളും കുറച്ച് ആൾക്കാരും കൂടി ഉണ്ട്. കൊറേ പേരുണ്ട് ഇവിടെ. ഞാൻ ഇത്ര അവിടെ നിന്നിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഈ സിറ്റി. ഒരുത്തം മണ്ടയ്ക്ക് നിൽക്കണുണ്ടോ? എവിടെ എവിടെ? കിളി പോയ പോലെ എന്ത്? അതാണ് ഇതിന്റെ ബിൽഡർ. ഇപ്പൊ ഇവിടെ കൊറേ പേരുണ്ടല്ലേ? ബ്രോ ബ്രോ ഈ വെയിറ്റിംഗ് ആ ഡ്രസ്സിംഗ് റൂമിൽ പോയിരുന്നു. ഞാൻ ഫുഡ് വെച്ചിട്ട് വരാം. ഇവിടെ എന്താ സംഭവം? ഏത് വലിയൊരു സിറ്റിയിൽ ഞാൻ വന്നിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ വേറെ ഏതൊരു പുള്ളിക്കാരനെയും കണ്ടുപിട്ടി. ഇത് സിറ്റിക്കാരൻ നമ്മൾ ഇത്ര നാളെ ജീവിച്ചിട്ട് ഇത്ര വലിയ സിറ്റി കണ്ടില്ല. എന്താ ഇവിടെ കുറെ ആൾക്കാരുണ്ടെന്ന്. നമുക്ക് നൈസായിട്ട് ഇവരുടെ കൂടെ കൂടാം. നമുക്ക് ദാരിദ്ര്യമാണ്. ഇത്രയും വലിയ സിറ്റിയിലൊക്കെ നമുക്ക് ഒരു സ്ഥലത്ത് സെറ്റായി നടക്കാതെ ഇവിടെ ഇരിക്കാനാണ് ആ പുള്ളിക്കാരൻ പറഞ്ഞത്. നമുക്ക് ഇവിടെ ഇവിടെ നീ എന്തായോ? പോയപ്പോ ഇത് എന്ത് ഡ്രസ്? പുതിയ ഡ്രസ്സാ? അത് എടുത്തോ. അതെ അത് എടുത്തോ. അത് അതിൽ ഫുൾ അൺഫുൾ എടുത്തോ. ഇതെന്തിട്ട് ഞാൻ സ്വപ്നമല്ലല്ലോ എന്നെ നടിച്ചേ. സ്വപ്നമല്ലല്ലോ ഞാൻ കാണുന്നു. ദാരിദ്ര്യം പിടിച്ച് എനിക്ക് ഇത്രയും. ഓക്കെ ശരി. എനിക്കിനി ഇവിടെ ഒരു സ്ഥലം കൂടി. താങ്ക് യു ബ്രോ. ബാക്കിയുള്ള ആൾക്കാരൊക്കെ എവിടെയാ? അവരോടൊപ്പം സംസാരിക്കണായിരുന്നു. ബാക്കി ആൾക്കാർ ഒരുത്തെന്താ ബാക്കിൽ നിൽക്കുന്ന. ഹലോ. ആള് ഇൻവേർട്ടർ ആണെന്നുണ്ടല്ലേ?
ചെറിയ ഇൻവെർട്ടർ ഉണ്ടായോ എനിക്ക് സ്ഥലം കാണിച്ചു തരാവാ ഇതിനുള്ളിൽ കയറിയേ ഇതാണ് ഇവിടുത്തെ കമ്മ്യൂണിറ്റി ഹാൾ ഇങ്ങോട്ട് വരൂ എന്റെ കൂട്ട് വരൂ ഇതാണ് ഇവിടുത്തെ മീറ്റിംഗ് ഹാള് ഓ അവിടെയാണ് ബാക്കിയുള്ള സെർവർ മെമ്പേഴ്സിന്റെ പേരാണ് അവിടെ എഴുതിയിരിക്കണേ ആ ചെസ്റ്റ് ഒന്നും തുറക്കരുത് കേട്ടോ അത് ഓരോ മെമ്പേഴ്സ് കൊറേ പേരുണ്ടല്ലോ. അതെ ഇനി ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ കാണിച്ചു തരാം വായു ഞാൻ ഫുഡ് എത്തിയിട്ടാണ് ഞാൻ എനിക്ക് നടക്കാൻ പറ്റണ്ട. മേലേക്ക് നോക്കരുത് ഓക്കെ ഒന്നും കണ്ടില്ല ഓട്ടെ വായു വായു കാണിച്ചു തരാം അല്ലേ എന്നെ ഇവിടെ കണ്ടില്ല അത് കാരണമാണ് ആദ്യം കൊല്ലാൻ വന്നേ എന്നെ കൊട്ടാൻ വന്നാണല്ലേ ഞാൻ ഓടി വരാണ്ടവിടെ അടുത്ത പോലീസ് സ്റ്റേഷൻ ഇവിടെ ഒക്കെ വലിയ വലിയ ഇവിടെ ഈ പുള്ളിയാണ് ഇവിടെ കക്കാൻ കയറിയതാ വേറെ സിറ്റിന്ന് വന്നിട്ട് അങ്ങനത്തെ ആൾക്കാരൊക്കെ അവിടെ അന്വേഷിക്കുന്ന ക്രൂരന്മാര്. ഇത് പൊളിച്ചു കിടക്കാൻ പറ്റില്ല. ഇല്ല ഇല്ല അനക്ക് കക്കാൻ വല്ല പ്ലാൻ ഉണ്ടാ? എനിക്കൊന്നില്ല സ്ഥലം സ്ഥലമൊന്നുമില്ല. പാവപ്പെട്ടാണേ കക്കാണെങ്കിൽ അപ്പുറം ചെയ്യണ്ട അവിടെ കിടക്കാം. എവിടെ എവിടെ കിടക്കാൻ? മേലെ അപ്പുറത്തെ സെല്ല് കാണാം. ഇവിടെ സെല്ല് ഉണ്ടോ തോർന്നിട്ടിക്കണേ? ഞാൻ എന്നെ പ്രതികരിക്ക കക്കാണെങ്കിൽ ഇവിടെ കേറി കിടക്കും. കട്ടില്ലെങ്കിൽ കട്ടില്ലെങ്കിൽ എനിക്കിവിടെ സുഖത്തിൽ ജീവിക്കാം. ഞാൻ അങ്ങനത്തെ ഇത്രയല്ല പാവാണ്. അവന് അല്ല അല്ല ഹലോ അയ്യാ അവന് കൊല്ലല്ലേ അവൻ കൊല്ലല്ലേ അവൻ പുതിയ മെമ്പറാ ഞാൻ ഇവിടുന്നൊരു പാവപ്പെട്ടവരാണ്. സോറി അവന് സോറി എന്നാ പറഞ്ഞവൻ. ഹലോ നൈറ്റ് ആയിട്ട് ഈ മെക്ഡോണൽസ് കയറി കിടന്നുറങ്ങി മെക്ഡോണൽസിന്റെ കളറിങ് നല്ല ഇഷ്ടമായിട്ട് കിടക്കാം. വാതില് ഇവിടെ ഇവിടെ വേണമെങ്കിൽ മെക്ഡോണൽസിന്റെ പേര് എഴുതിയാണ് കുഴപ്പമില്ലായിരുന്നു. ഇവിടെ ഇവിടെ കിടന്നുറങ്ങി ബെഡില്ല എടുക്കാൻ തറയിലെടുക്കണ ബ്രോക്ക് അനക്ക് ചെസ്റ്റ് ഒന്നും ഇല്ലേ അതിലുണ്ടാ? കിട്ടി. ബാക്കിയുള്ള ആൾക്കാരോ? ബാക്കിയുള്ള ആൾക്കാര് വരും. അവര് സ്ഥലം വരെ പോയിക്കുക. ഇവിടെ ഉണ്ടാവും. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. നമ്മളിത് ഈ സ്ഥലമാണ് കേസ് എനിക്ക് തന്നത് മെക്ഡോണൽസിന്റെ മേളിൽ. ഇവിടെയാണ് ഞാൻ കിടന്നൊക്കെ ഇറങ്ങുന്നത്. കണ്ട ബെഡൊക്കെ ഇട്ടിട്ട് കാലത്ത് നമുക്ക് ഇരിക്കാൻ വേണ്ടി നല്ലൊരു സ്ഥലമാണ്. നമ്മളെ കൂട്ടിലിങ്ങോട്ട് നല്ലതാണ് കേസ് ഇങ്ങനത്തെ ഇത്ര വലിയ ബിൽഡിങ്. ഇത് കണ്ടോ? വലിയൊരു ബോർഡ്. ഈ സ്ഥലത്തിന്റെ പേര് വാഴ എന്നാണ്. താങ്കളുടെ വാഴ കൊളത്തേക്ക് കണ്ട അടിച്ചു കൊല്ലും ഞാൻ. ബ്രദർ ഒതുങ്ങിയിരുന്നോ? അത് കുഴപ്പമില്ല. അത് അവന് ഇൻട്രോവേർട്ട് ആണ്. നമുക്ക് എനിക്ക് വേറെ സ്ഥലങ്ങൾ കാണിച്ചാ വാഴ ബസ്. ഇവിടെ ആൾക്കാരൊക്കെ എല്ലാത്തിനും വാഴ കിട്ടുന്ന ഈ ബസ് ഈ സിറ്റി മൊത്തം ഞങ്ങളുടെ. വാഴ ബസ് സ്റ്റാൻഡ്, വാഴ വില്ലേജ്. ഇനി വാ. ഓക്കെ ഞങ്ങളോട് വായോ. ഞങ്ങളോട് വായോ. എന്റെ കൂടെ വാ. ആ ഡ്രസ്സൊക്കെ എടുത്തിട്ട് പോയി. നമ്മള് ഓജി ഡ്രസ് ഇടാ. ഞാൻ ഇങ്ങനെ എനിക്ക് എടുത്ത് ഇട്ടിട്ടാ. അതാണോ നീല? ആരാണ് പുതിയ? നിങ്ങളിപ്പോ ഇവിടെ കൊറേ നാളായില്ലേ?
നിങ്ങളിപ്പോ ഇവിടെ കുറെ നാളായാലും ജീവിക്കണേ. അതെ, ഞാൻ ജനിച്ചൊക്കെ തൊട്ട് ഇവിടെ തന്നെ. ആ എന്റെ പൊന്നു, ഞാൻ അതോ അറിഞ്ഞിട്ട്. അവിടെ കണ്ടോ, അതാണ് ഫയർ സ്റ്റേഷൻ. ഓ ഇത് ബാങ്ക്, അത് ഫയർ സ്റ്റേഷൻ. ഓ ബാങ്ക് സ്വർണ്ണല്ലേ ഇത്? അതെ. ഏ നോക്കിയതാ, രസം നോക്കിയതാ. ശരിക്കും സ്വർണ്ണ നോക്കിയതാ. ശരിക്കട്ടെ. ഗജനാവ് കാണിച്ചരാ, വരൂ. ഇതൊക്കെ ഒറിജിനൽ ആണല്ലേ? ഒറിജിനല്ല. പുറത്ത് ഇറങ്ങിക്കോളൂ. വെട്ടി കുട്ടിക്കും ഇറങ്ങാൻ പറ്റണ്ടേ? അപ്പുറത്ത് അപ്പുറത്ത്. അപ്പൊ ഇനി മുതൽ ഇവിടുത്തെ ഒഫീഷ്യൽ മെമ്പറാണ്. അതെ, എന്നെ വിശ്വസിക്കാട്ടെ, ഞാൻ നല്ല ബാക്കിയുള്ളവര് ചില ആൾക്കാരെ പോലെ പൊട്ടിയല്ലേന്ന്. നല്ല ആളാ. എന്റെ മുഖത്തുണ്ട ഇവിടെ കട്ടും മുങ്ങാൻ നിന്ന ഈ വാള് കണ്ടോ? കണ്ട് വെട്ടു. ഞാൻ അങ്ങനത്തെ ഒരുത്തല്ല. എന്റെ മുഖത്തുണ്ട് എഴുതിയിട്ടുണ്ട് ഞാൻ നല്ല കാര്യമാണ്. കണ്ടാ നോക്കട്ടെ. നിഷ്കളങ്കമായ എന്റെ മുഖത്തെ ഇങ്ങനെ ഒരു നല്ലതല്ലാന്ന് പറയുന്നത്. ഇതാണ് ഫയർ സ്റ്റേഷൻ. ഓ എന്റെ വലിയതാ. ഇവിടേക്ക് പക്ഷെ ഒരു വഴിയില്ലല്ലോ, റോഡ് പോലെ. റോഡ് ഇത് ഫയർ സ്റ്റേഷൻ. അതെ, ഫയർ സ്റ്റേഷനാ. ഹലോ മരുന്നും മിണ്ടില്ല. തലയ്ക്കൊരു വിട്ടോട്ട് തരാം. അവര് ഫുൾ ടൈം ഓൺ ഡ്യൂട്ടിയാണ്. അവര് വർക്ക് വരുമ്പോ മാത്രമേ മുണ്ടുള്ളൂ. വല്ല സ്ഥലങ്ങളും ബാക്കിയുള്ളവർ എന്ത് ചെയ്യുന്നു? എല്ലാ സ്ഥലങ്ങളും കഴിഞ്ഞാ? ഇല്ലല്ല, ഒരു സ്ഥലം കൂടി ഉണ്ട്. അത് ഇവിടുത്തെ വിൻമില്ലാണ്. അവിടെ മൊത്തം പ്രൊഡ്യൂസർ അതിനാണ്. ബേക്കിൽ എന്തൊരു തല കാണുന്നു. എവിടെ? ഇതിന്റെ ബേക്കില്, ഇതിന്റെ ബിൽഡിങ്ങിന്റെ ബേക്കില്. അത് മെമ്പർ തന്നെ, മെമ്പറാണ്. അത് പഴാണ്. ഞാൻ ഇൻവേർട്ടർ ഒളിച്ചിട്ടുണ്ട് ബാബു. അപ്പൊ ഇതൊക്കെയായിരുന്നു കാര്യങ്ങൾ. അതിന്റെ ഇടയ്ക്ക് ആളെന്നോട് ഇത്ര സ്വകാര്യ പറഞ്ഞു. സ്വകാര്യം എന്ന് വെച്ചാൽ ഈ സിറ്റിത്തെ ആർക്കും ഇതൊരു വീടില്ല. ഇവരൊക്കെ വീടൊക്കെ പോകണ്ടു. ഇതാണ് ഇത്ര സ്വകാര്യം. എനിക്ക് ഇതിലെന്താ ഇപ്പൊ എത്ര എഴുതിക്കുന്ന അറിയില്ല. എന്നാലും ഇതൊക്കെയാണ് പറഞ്ഞത്. പിന്നെ ആളെന്തോ സംഭവമൊക്കെ ഇവിടെ ഉണ്ട്, എന്തോ മിസ്റ്ററൊക്കെ ഇവിടെ നിന്നാണ് കൈസ് പറയണത്. അതൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. നമ്മളോട് എന്തെങ്കിലും മെക്ഡൊണാൾഡ്സിൽ കയറി കിടന്നാണ് പറയണത്. ഞാൻ ബൈ ഒക്കെ പറഞ്ഞിട്ട് ഇവിടെ കാണുന്നൊക്കെ വേണ്ടി ഞാൻ പോയി. ഓക്കെ, നമുക്ക് ഇവിടെ എന്തെങ്കിലും ഇവിടെ എന്തോ ഒരു സംഭവം ഉണ്ട്. മിസ്റ്റർ എന്തോ ഉണ്ട്, എന്തോ സ്വർണ്ണ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കണം. നിങ്ങൾക്ക് എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടാ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.